ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവത്ഗീത മൂന്നാമത്തെ 3 ക്ലാസ്സുകൾ നമ്മൾ പിന്നിട്ടിരിക്കുകയാണ്. 1-ാം അധ്യായം പൂർണ്ണമായിട്ട് പറഞ്ഞു. 1-ാം അധ്യായം അർജുനൻ്റെ വിഷാദം അവതരിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. അർജുനൻ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് യുദ്ധക്കളത്തിലേക്ക് വന്നത്. പക്ഷേ യുദ്ധക്കളത്തിൽ 2 സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുപോയി രഥം നിർത്തണമെന്ന് ഭഗവാൻ കൃഷ്ണനോട്, തേരാളിയായ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞപ്പോൾ ഭഗവാൻ ഇരു സൈന്യങ്ങളുടെയും നടുവിലായിട്ട് ഭീഷ്മാചാര്യരുടെയും ദ്രോണാചാര്യരുടെയൊക്കെ മുമ്പാകെ കൊണ്ടുപോയിട്ട് രഥം നിർത്തി. പെട്ടെന്ന് അർജുനൻ്റെ മനസ്സിലേക്ക് കടന്നുകൂടിയ ചിന്തകളാണ് പിന്നീട് 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വജനങ്ങളെ ആണ് യുദ്ധക്കളത്തിൽ അർജുനൻ കാണുന്നത്. ഈ യുദ്ധം ഒരർത്ഥത്തിൽ ധർമ്മയുദ്ധമാണ്. ധർമ്മ്യമായ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യപ്പെടേണ്ടി വന്നിട്ടുള്ളത്. അവിടെ സ്വജനങ്ങളെ കാണുന്നു എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വധർമ്മ നിർവഹണത്തിന് വളരെ അധികം തടസ്സം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് 1-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം എത്തിയപ്പോഴേക്കും അർജുനൻ്റെ വിഷാദം വർദ്ധിക്കുകയും യുദ്ധം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയും തേർത്തട്ടിൽ തളർന്ന് ഇരുന്ന് പോവുകയും ചെയ്യുന്നു. ഗാണ്ഡീവം തൻ്റെ കയ്യിൽ നിന്നും ഊർന്നു വീഴുന്നുണ്ട്. അതായത് ശക്തനായ ഒരു യോദ്ധാവിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ ഗാണ്ഡീവം എന്ന് പറയുന്ന വില്ല് ഊർന്നു വീഴുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അശക്തനായിട്ട് തീരുന്നു. ഇവിടെ മാനസികമായി ഉണ്ടായ ഒരു വൈഷമ്യം ഒരു വ്യക്തിയുടെ ശരീരത്തെയും തളർത്തിക്കളയാണ് ചെയ്യുന്നത്. അർജുനനെ സംബന്ധിച്ചിടത്തോളം അർജുനൻ്റെ വിഷാദം ശരീരത്തെയും ഗ്രസിച്ചിരിക്കുകയാണ്, ശരീരത്തെയും ബാധിച്ചിരിക്കുകയാണ്. അർജുനൻ പറയുന്നത് അഹോബത മഹത്പാപം കർത്തും വ്യവസ്ഥിതാവയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യതാഹ. രാജ്യസുഖം കൊതിച്ചിട്ട് ബന്ധുക്കളെ കൊല്ലുവാൻ ഒരുങ്ങി നിന്ന നമ്മൾ എന്തൊരു മഹാപാപമാണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിഷാദിക്കുകയാണ്. അപ്പോൾ അർജുനൻ്റെ മനസ്സിനെ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സാമാന്യ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു തെറ്റായ രീതിയാണ് യുദ്ധം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ യുദ്ധം എന്നത് ചിലപ്പോൾ അനിവാര്യമായിട്ട് വന്നതായിരിക്കാം. അങ്ങനെയാണല്ലോ മഹാഭാരതത്തിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. പാണ്ഡവർക്ക് അർഹമായിട്ടുള്ള രാജ്യം കൗരവർ നിഷേധിക്കുകയും പാണ്ഡവരെ അകാരണമായി ഉപദ്രവിക്കുകയും അവരെ നാടുകടത്തുകയും കള്ളച്ചൂതിൽ തോൽപ്പിക്കുകയും പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുകയും ഒക്കെ ചെയ്ത കൗരവന്മാർക്ക് ആ ക്രൂരത അവിടെ അവസാനിക്കുന്നില്ല. അവർ അർഹമായിട്ടുള്ള രാജ്യം തിരിച്ചു കൊടുക്കേണ്ട സമയം വന്നപ്പോൾ തിരിച്ചു കൊടുക്കുന്നില്ല. പക്ഷെ വീണ്ടും മാധ്യസ്ഥം വഹിക്കേണ്ടി വന്ന കൃഷ്ണനെ പിടിച്ചു കെട്ടുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതൊക്കെ വലിയ അധർമ്മങ്ങളാണ്. ഒരു രാജ്യം നാശത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അധർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. അധർമ്മങ്ങൾ പെരുകുമ്പോൾ അവിടെ നിയമം വേണ്ടതുണ്ട്. ആ നിയമം നടപ്പിലാക്കുമ്പോഴാണ് അവിടെ ധർമ്മം സംസ്ഥാപനം ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അത്തരത്തിൽ ഭഗവാന്റെ ഇടപെടലുണ്ടായി അവിടെ. ഭഗവാൻ കൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയില്ല. അദ്ദേഹം ഈശ്വരൻ്റെ പ്രതിപുരുഷനായിട്ടാണ് ഈ യുദ്ധത്തിൽ തേരാളിയുടെ പങ്കാളിത്തം റോൾ വഹിക്കുന്നത്. നേരിട്ട് യുദ്ധം തേരാളിയായിട്ട് അർജുനൻ്റെ തേരിൻ്റെ സാരഥിയായിട്ടിരിക്കുമ്പോൾ അർജുനനിലൂടെ ഭഗവാൻ ലോകത്ത് ധർമ്മനിർവഹണം നടത്താനായിട്ടുള്ളൊരു ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ സന്ദർഭത്തിൽ ആണ് ഭഗവാന്റെ ഉദ്ദേശം നിർവഹിക്കപ്പെടേണ്ട ഉപാധിയായ, ഉപായമായ, ഉപകരണമായ അർജുനന് വിഷാദം വരികയും ആ വിഷാദം അർജുനനെ തളർത്തുകയും തേർത്തട്ടിലിരിക്കുക മാത്രമല്ല നയോത്സ്യ ഇതി ഗോവിന്ദ, അല്ലയോ ഗോവിന്ദ ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറയുകയും ഭിക്ഷാന്നം എടുത്ത് ജീവിക്കുന്നത് ശ്രേഷ്ഠമാണെന്ന് വരെ വിചാരിക്കുകയും സന്യാസമാണ് മഹത്തായിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ കാഴ്ചപ്പാടോ ദർശനമോ ഒന്നും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഈ സന്ദർഭത്തിൽ ഇവിടെ അർജുനൻ എത്തി നിൽക്കുന്ന ഈ സന്ദർഭം ഒരു സന്യാസിയുടേതല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു യുദ്ധസന്ദർഭമാണ്. എത്രയോ ലക്ഷം ആളുകൾ അർജുനനെ പോലെയുള്ള ഒരു യോദ്ധാവിൽ വിശ്വസിച്ച് യുദ്ധക്കളത്തിലെത്തി പ്രതിയോഗികളുമായി ഏറ്റുമുട്ടൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്ത് അർജുനൻ യുദ്ധക്കളത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യുകയും ഒളിച്ചു ഓടുകയും, അതൊരു ഒളിച്ചോട്ടമാണ് ശരിക്കും. നമ്മളും നമ്മളുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉത്തരവാദിത്തപ്പെട്ട ചെയ്യേണ്ട സമയത്ത് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ പിന്തിരിഞ്ഞു പോകുക എന്ന് പറയുന്നത് വലിയ ഒരു തെറ്റാണ്. അപ്പോൾ നമ്മൾ ധർമ്മം നിർവഹിക്കാത്തിടത്ത് അധർമ്മം ആ സ്ഥാനം കൈപ്പറ്റും. അതോടെ അവിടുത്തെ വ്യവസ്ഥയ്ക്ക് താറുമാറുണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് അവസാന നിമിഷം വരെ 1-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. 2-ാം അധ്യായം സാഖ്യയോഗമാണ്. നമ്മൾക്ക് പൂർണ്ണമായി ഭഗവത്ഗീത പഠിപ്പിക്കുക എന്നതിനേക്കാൾ നമുക്ക് ഭഗവത്ഗീതയുടെ ഒരു അന്തഃസാരത്തിലേക്ക് സ്പർശിച്ചു പോകാനുള്ള സമയമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാ ശ്ലോകങ്ങളും എടുക്കുന്നില്ല. ചില ശ്ലോകങ്ങൾ പറയുന്നു. കാരണം ഓരോ ശ്ലോകവും എടുക്കുകയാണെങ്കിൽ ഇതൊരു 3-4 വർഷം പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 10, 30, 40, 35 ക്ലാസ്സുകളിൽ ഭഗവത്ഗീതയുടെ ഒരു രഹസ്യം, ഒരു സംക്ഷേപം നമുക്ക് ഇവിടെ പഠിക്കാമെന്ന് മാത്രം. സാഖ്യയോഗം തുടങ്ങുന്നത് സഞ്ജയൻ സംസാരിച്ചുകൊണ്ടാണ്. സഞ്ജയൻ ധൃതരാഷ്ട്രയുടെ മന്ത്രിയാണെന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ധൃതരാഷ്ട്രരോട് യുദ്ധക്കളത്തിലുണ്ടായ സംഭവങ്ങളെ വിവരിക്കുകയാണ് സഞ്ജയൻ ചെയ്യുന്നത്. ആ സന്ദർഭത്തിലാണ് ഭഗവത്ഗീതയും സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നത്. അങ്ങനെയാണ് ഭഗവത്ഗീത ഈ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വാസ്തവത്തിൽ ഭഗവത്ഗീത ആരോട് പറയുന്നതാണെന്ന് ചോദിച്ചാൽ അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നതാണ്. അത് യുദ്ധക്കളത്തിൽ വെച്ച് നടക്കുന്നൊരു സംഭവമാണ്. ആ സംഭവം എഴുതിയിട്ടുള്ളത് വ്യാസഭഗവാനാണ്. വ്യാസഭഗവാൻ അത് കേട്ടിട്ടുണ്ടെന്നതിൻ്റെ അർത്ഥം. വ്യാസഭഗവാൻ കേട്ട കാര്യം വ്യാസഭഗവാൻ എഴുതി എന്നതിനുപരി ആ എഴുത്തിന് ഒരു നാടകീയമായ സംവിധാനക്രമം വ്യാസഭഗവാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇവിടെ. കേട്ട കാര്യം സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നുണ്ട്. ഭഗവത്ഗീതയും ധൃതരാഷ്ട്രരോട് പറയുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ ഡ്രാമാറ്റിക്കായിട്ടുള്ള, വളരെ നാടകീയമായിട്ടുള്ള ഒരു രചനാ സംവിധാനം ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സഞ്ജയൻ പറയുന്നു, ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഒരു കമൻ്ററി പറയുന്നത് പോലെയാണ് സഞ്ജയൻ പറയുന്നത്. സഞ്ജയ ഉവാച തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. അങ്ങനെ കൃപയോടുകൂടിയവനും, കൃപയ ആവിഷ്ടം എന്ന് പറഞ്ഞാൽ കൃപയോടുകൂടിയവനും, അശ്രുപൂർണാകുലേക്ഷണം, അശ്രുപൂർണ ആകുല ഇക്ഷണം,
കണ്ണീർ നിറഞ്ഞ് ആകുലമായ കണ്ണുകളോടുകൂടിയവൻ, വ്യസനിച്ചുകൊണ്ടിരിക്കുക, കലങ്ങിയ കണ്ണുകളോടുകൂടിയവൻ. വിഷീദന്തം തം, ദുഃഖിച്ചിരിക്കുന്നവനുമായ അവനോട് മധുസൂദനഃ, ശ്രീകൃഷ്ണൻ താഴെ പറയുന്ന കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴാണ് 2-ാം അധ്യായം തുടങ്ങുന്ന. സഞ്ജയൻ അവതരിപ്പിച്ചു. ഇനി എന്താ പറയുന്നത് ഭഗവാൻ? കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. ഭഗവാൻ ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. ഭഗവത്ഗീത തുടങ്ങി 1-ാം അധ്യായത്തിൽ ഒരിടത്തും ഭഗവാന്റേതായിട്ട് ഒരു വാക്കും കേട്ടിട്ടില്ല നമ്മൾ. ഇവിടെ ഇതാ ഭഗവാൻ പറയാണ് അർജുനോട്, കുതസ്ത്വാകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. അർജുന, ഹേ അർജുന, അല്ലയോ അർജുന, അനാര്യജുഷ്ടം, അനാര്യന്മാർക്ക് സന്തോഷത്തുണ്ടാക്കുന്നതും അസ്വർഗ്യം, സ്വർഗപ്രാപ്തിക്കുതകാത്തതും അകീർത്തികരം, കീർത്തിയെ കെടുത്തുന്നതുമായ ഇതം കശ്മലം, ഈ കൊള്ളരുതായ്മ, കുതഹ ത്വാ വിഷമേ സമുപസ്ഥിതം, എവിടെ നിന്നാണ് ഈ സമയത്ത് നിന്നെ പിടികൂടിയിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുകയെന്ന് ചോദിക്കുമ്പോൾ ഇത് ഭഗവത്ഗീതയുടെ സിദ്ധാന്തമോ തത്വമോ ഒന്നുമല്ല. ഇപ്പോഴും അർജുനൻ്റെ ഒരു സുഹൃത്തായിട്ടാണ്, തേരാളിയായിട്ടാണ് ഭഗവാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഭഗവത്ഗീതയിലെ ഒരു ഉപദേശമായിട്ട് കരുതണ്ട, ദാർശനികമായ ഉപദേശമല്ല. ഇത് അർജുനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിനക്ക് എവിടെ നിന്നാണ് ഈ കശ്മലം കർമ്മം, കശ്മലമായിട്ടുള്ള ചിന്ത നിനക്ക് വന്നത്? എവിടെ നിന്നാണ് ഈ നെഗറ്റീവായിട്ടുള്ള കൊള്ളരുതാത്ത ചിന്ത വന്നത്? ഇതുവരെ അർജുനൻ പറഞ്ഞതൊക്കെ കശ്മലമായിട്ടുള്ള ഭാഷണങ്ങളാണ്. കശ്മലം എന്ന വാക്കിന് കൊള്ളരുതാത്തത്, സ്വീകരിക്കാൻ കൊള്ളാത്തത്, ഒരിക്കലും ധർമ്മചിന്ത അതിലില്ല എന്നാണ് പറയുന്നത്. അതെവിടെ നിന്ന് നിനക്കിവിടെ വന്നത്? അതെങ്ങനെയുള്ളതാണ്? അകീർത്തികരം. നീ ഇത്തരത്തിൽ ചിന്തിച്ച് യുദ്ധക്കളത്തിൽ നിന്ന് ഭിക്ഷാന്തേഹിയായിട്ട് പോയി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യുദ്ധക്കളത്തിൽ നിന്ന് ഭയന്നോടിയവൻ എന്ന പേര് നിനക്ക് വരും. അകീർത്തികരം. മാത്രമല്ല, നീ ഇപ്പം ചെയ്യുന്നത് വളരെ തരംതാന്ന മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഒരു ആര്യ ശബ്ദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠന്മാർ എന്നാണ്. അനാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠരല്ലാത്ത തരംതാന്ന മനുഷ്യർ. ഇവിടെ തെറ്റായിട്ട് ആളുകൾ വിചാരിക്കും ആര്യൻ എന്ന ജാതിയെക്കുറിച്ച് പറയുന്നത്. ആര്യ ശബ്ദത്തിന് സംസ്കൃതത്തിൽ ശ്രേഷ്ഠ എന്നാണ് ശബ്ദം. ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തികൾക്ക് ചേർന്നതല്ല നിൻ്റെ പ്രവൃത്തി. നിൻ്റെ പ്രവൃത്തി ശ്രേഷ്ഠതയില്ലാത്ത, വളരെ ജീവിതമൂല്യങ്ങളൊന്നുമില്ലാത്ത മനുഷ്യർ കാണിക്കുന്നത് പോലെയായി ഇപ്പോൾ നീ പെരുമാറുന്നത്. അത് മാത്രമല്ല, നീ ഒരു കർമ്മത്തെ മാനിക്കുന്ന, ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെ പുണ്യമാർജിച്ച് സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയാണ് ലക്ഷ്യമിടുന്ന ഒരു ഗൃഹസ്ഥനാണെങ്കിൽ പോലും നിൻ്റെ പ്രവൃത്തി ഒരിക്കലും സ്വർഗപ്രവേശനത്തിന് ഉതകുന്നതല്ല. ഇതും ഭഗവത്ഗീത അല്ല കേട്ടോ. ഭഗവത്ഗീത സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സ്വർഗപ്രാപ്തിയൊന്നും ഭഗവത്ഗീതയുടെ ലക്ഷ്യമേ അല്ല. ഇത് അർജുനൻ്റെ മനോഭാവത്തെ വിലയിരുത്തി ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. എവിടെ നിന്നാണ് നിനക്ക് ഈ നിഷേധാത്മകമായ ചിന്ത വന്നത്, ഈ കശ്മലമായ ചിന്ത വന്നത്? ഇത് നിനക്ക് ചേരുന്നതല്ല. ഇത് അസ്വർഗ്യമാണ്, അകീർത്തികരമാണ്, അനാര്യജുഷ്ടമാണ്. ഈ പദങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. മനഃശാസ്ത്രപരമായിട്ട് ഈ വാക്കുകൾക്കൊക്കെ വളരെ അർത്ഥഗരിമയുണ്ട്. അത് പഠിക്കേണ്ടതാണ്. ക്ലൈബ്യം ആസ്മഗമ പാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപാം. ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ, അല്ലയോ പാർത്ഥ, ഈ
നപുംസകത്വം, ക്ലൈബ്യം എന്ന വാക്കിന് ആണും പെണ്ണും കെട്ട ഈ പെരുമാറ്റം, ക്ലൈബ്യം എന്നാണ് അതിനെ പറയുക. ക്ലീബത എന്ന വാക്കിന് ഒരു പുരുഷനോ സ്ത്രീയോ പെരുമാറാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് ഈ ക്ലീബത എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈബ്യം മാസ്മഗമപാർത്ഥ, നീ നപുംസകത്വത്തെ പ്രാപിക്കരുത്. നപുംസകത്വം ആണ് അർജുനൻ്റെ പെരുമാറ്റമെന്ന് അർജുനനെ തന്നെ ബോധ്യപ്പെടുത്താണ്. ഇതൊരർത്ഥത്തിലൊരു സുഹൃത്ത് തൻ്റെ സുഹൃത്തിനോട് പറയുന്ന ഭാഷണമാണ്. അതിൽ അർജുനൻ്റെ വ്യക്തിത്വത്തെ വളരെ ചെറുതാക്കി കാണിക്കുന്നുണ്ട്, ബിലിറ്റിൽ ചെയ്യുന്നുണ്ട്, ചെറുതാക്കുന്നുണ്ട് ഒന്ന്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയെങ്കിലും ഒരു ആഘാതമേറ്റിട്ടെങ്കിലും അർജുനൻ ശരിയായി ചിന്തിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരു സുഹൃത്തിനോട് കുറേയൊക്കെ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആ സ്വാതന്ത്ര്യമാണ് ഭഗവാൻ കൃഷ്ണൻ ഉപയോഗിച്ചിരിക്കുന്നത്. നീ നപുംസകത്വത്തെ പ്രാപിക്കരുത്. ന ഏതത് ത്വയി ന ഉപപദ്യതേ, ഇത് നിനക്ക് ചേരുന്നതല്ല. അർജുനൻ്റെ ആകെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അർജുനനിൽ ഒരിക്കലും ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല, വിഡ്രോവൽ സിംറ്റം ഉണ്ടായിട്ടില്ല. ഏറ്റുമുട്ടലിൻ്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ പിന്തിരിഞ്ഞു പോരുന്ന ഒരു സംഭവം അർജുനൻ്റെ ഹിസ്റ്ററിയിലുണ്ടായിട്ടില്ല, ചരിത്രത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് നിനക്ക് ചേരുന്നതല്ല ഇത്. മഹേശ്വരനുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് യുദ്ധക്കളത്തിൽ നിരവധി യോദ്ധാക്കളെ തോൽപ്പിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അർജുനൻ ഇപ്പോൾ ചെയ്യുന്നത് നപുംസകത്വമാണ്, അർജുനന് ചേരുന്നതല്ല. പരന്തപ അല്ലയോ പരന്തപ എന്ന് വെച്ചാൽ ശത്രുക്കളെ തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നവനായിട്ടുള്ള അർജുന. ആ പേരിൻ്റെ അർത്ഥം തന്നെ അതാണ്, അർജുനന് പരന്തപ എന്ന് വിളിക്കുന്നത്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്ത്വാ ഉത്തിഷ്ഠ. ഹൃദയ ദൗർബല്യം, നീ ഇമോഷണലി ഫീബിളാണ്, വൈകാരികമായ അപക്വമാണ് നീ. അതാണ് പറയുന്നത്, ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ അപക്വമാണ് നീ. ഇപ്പം നീ പെരുമാറുന്നത് അപക്വമായ രീതിയിലാണ്, വൈകാരികമായിട്ട്. ക്ഷുദ്രം, ഇത് ഹൃദയ ദൗർബല്യമാണ്, മനസ്സിൻ്റെ ഒരു ദുർബലതയാണ്. ഫീബിൾനെസ് എന്ന് പറയും. നമ്മളൊക്കെ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ അർജുനനെ കളിയാക്കാൻ നമ്മളായിട്ടില്ല. ജീവിതത്തിൽ ഇത് ഭഗവാൻ അർജുനനോട് പറയുന്നതാണ്. പക്ഷേ നമ്മളെ തന്നെ വിലയിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ്. ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് പിന്തിരിയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ മനോദൗർബല്യം, അതായത് ഫീബിൾനെസ് മൈൻഡ്. ആ സമയത്ത് നമ്മൾ വിചാരിക്കും അത് വേണ്ട, നമുക്ക് ഒഴിവാക്കിയേക്കാം എന്ന്. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് അധർമ്മമാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതാണ് ധർമ്മം. അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഗീത പറയുന്നുണ്ട്. പിന്നീട് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെ കർമ്മം ചെയ്യണം, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം, കർമ്മം ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമുണ്ട്, ഇതൊക്കെ ഭഗവത്ഗീത പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തെങ്ങനെ ജീവിക്കണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്തിനാണ് ഞാൻ ജനിച്ചത്, ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ഈ ലോകത്ത് മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം, മറ്റുള്ളവരും ഞാനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ലോകവും ഞാനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഞാനും ഈശ്വരനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഒരു സമഗ്ര ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ. ശാന്തിയും സുഖവും സമാധാനവും ആനന്ദവും ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ നാം വേണ്ട വിധത്തിൽ ജീവിതത്തെ ഉപയോഗിക്കണം. ജീവിതത്തെ ഉപയോഗിക്കണമെങ്കിൽ ജീവിതം എങ്ങനെ ഉപയോഗിക്കണമെന്ന നോഹൗ അത് നമുക്കുണ്ടായിരിക്കണം. ആ ഉപയോഗിക്കേണ്ട രീതിയെക്കുറിച്ച് അറിയണം. നമ്മളുടെ സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ധർമ്മവ്യവസ്ഥ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. അപ്പം അതുകൊണ്ട് അർജുനനെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്ന ഭഗവാൻ അർജുനനോട് പറയുന്നു, നിൻ്റെ ഹൃദയ ദൗർബല്യമാണ്, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം
ആ ഹൃദയ ദൗർബല്യത്തെ ത്യജിച്ചിട്ട് ഉത്തിഷ്ഠ, എണീക്കൂ, നീ തേർത്തട്ടിലിങ്ങനെ തളർന്നിരിക്കാതെ എണീക്കാനാ പറ. ഉത്തിഷ്ഠ, എണീക്കൂ. ഇതെത്ര, അതിൽ സ്നേഹമുണ്ട്, ശകാരമുണ്ട്, അധിക്ഷേപമുണ്ട് ഈ വാക്കുകളിൽ. ഒരു തേരാളിയായിട്ട് ഭഗവാനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് യുദ്ധക്കളത്തിലെത്തിയപ്പോൾ വൈകാരിക ദുർബലത മൂലം യുദ്ധത്തെ നിരാകരിക്കുകയും എൻ്റെ ആളുകളാണല്ലോ നിൽക്കുന്നത്, ഇവർക്ക് വേണ്ടിയാണല്ലോ ഞാൻ രാജ്യം നേടുന്നത്, അതുതന്നെ തെറ്റായ വീക്ഷണമാണ്. ബന്ധുജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്യുന്നത് ധർമ്മ സംസ്ഥാപനത്തിനാണെന്നുള്ള ബോധ്യം അർജുനൻ വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. ആ വിസ്മരണമാണ് നമ്മളും ജീവിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മളുടെ സ്വധർമ്മം ജീവിക്കാനാണ്. സ്വധർമ്മം ജീവിക്കുകയാണ് നമ്മളുടെയൊക്കെ ലക്ഷ്യം. നമ്മൾ ഭൂമിയിൽ വന്നിട്ടുള്ളത് ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ച ധർമ്മം വേണ്ട വിധത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. അതിലുപരിയായിട്ട് നമ്മളുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ചില താല്പര്യങ്ങൾ, അഹങ്കാരം, മമത, ഇതുമൂലമുണ്ടാകുന്ന വൈകാരികതകൾ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ധർമ്മലോപം വരുത്തുന്നവരാണ്. അതിന് വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടായിരിക്കും. ആ ഭവിഷ്യത്തുകൾ പല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മങ്ങളെ ബാധിക്കുകയും നമുക്ക് അത് തിരിച്ചടികൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് ശ്രദ്ധയോടെ ഭഗവത്ഗീത കേട്ടാലേ ഭഗവത്ഗീത മനസ്സിലാകുള്ളൂ. അപ്പോൾ അർജുനൻ ഇത് കേട്ടപ്പോൾ അർജുനനെ കുറച്ച് അധിക്ഷേപിച്ചല്ലോ, ശകാരിക്കുകയും ചെയ്തു. അതോടൊപ്പം എന്താ പ്രശ്നം അർജുനന് ഉണ്ടായിട്ടുള്ളതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ഭഗവാൻ. 2 ശ്ലോകങ്ങളാണ് ഉപയോഗിച്ചത്. അപ്പോൾ അർജുനൻ പറയുകയാണ്, അർജുന ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. അരിസൂദന, അരിസൂദന എന്ന് കൃഷ്ണനെ വിളിക്കുകയാണ്. അല്ലയോ കൃഷ്ണ, അരിസൂദന. അരിസൂദന എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നിഹനിക്കുന്നവനെ. മധുസൂദന, ഹേ മധുസൂദന, 2 പ്രാവശ്യം വിളിക്കുകയാണ്, അരിസൂദനെന്നും മധുസൂദനെന്നും. അഹം, ഞാൻ, പൂജാർഹരായ ഭീഷ്മം ദ്രോണം ച, ഭീഷ്മരെയും ദ്രോണരെയും, സംഖ്യേ യുദ്ധത്തിൽ, ഇഷുഭിഹി ബാണങ്ങൾ കൊണ്ട്, അമ്പുകൾ കൊണ്ട്, കഥം പ്രതിയോത്സ്യാമി എങ്ങനെയാണ് ഞാൻ അവരെ എതിരിടുക, പൂജാർഹരായവരെ ഞാൻ എങ്ങനെയാണ് എതിരിടുക. ദ ക്വസ്റ്റ്യൻ ഈസ് വെരി റെലവൻറ്റ്. നമ്മൾക്കും തോന്നും അതൊക്കെ. അർജുനൻ്റെ ഈ വാദഗതികളോട് പ്രതിപത്തി തോന്നിയ ഒരു മഹാത്മാവാണ് മഹാത്മാഗാന്ധി. പക്ഷേ അർജുനൻ്റെ വാദഗതിയിലെ ശരിക്കപ്പുറത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ, പ്രകൃതിയുടെ, ധർമ്മത്തിൻ്റെ ഒരു ശരിയുണ്ട്. ആ ശരി നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മളുടെ തന്നെ ഈ വ്യക്തിത്വത്തിലിരിക്കുന്ന മമതയോടും അഹങ്കാരത്തോടും നമ്മൾ വിട ചൊല്ലേണ്ടതുണ്ട്. നമ്മുടെ അഹങ്കാരം കൊണ്ടും മമത കൊണ്ടും അറ്റാച്ച്മെൻറ്റ് കൊണ്ടും ഇമോഷണൽ ഫീബിൾനെസ് കൊണ്ടും ദുർബലതകൾ കൊണ്ടും നമുക്ക് അർജുനനോട് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ്. അർജുനൻ പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കും. പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ നടത്തിക്കൊണ്ടുപോകുന്ന ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ അറിയാം എന്താണ് ശരിയെന്ന്. ഭഗവാന്റെ ശരിയിലേക്ക് അർജുനനെ ഉയർത്തുന്നതാണ് ഭഗവത്ഗീത. വ്യക്തിഗതമായ ശരിയിലേക്ക് ജീവിതക്രമത്തെ പിടിച്ചു താഴ്ത്തുന്നതാണ് അർജുനൻ്റെ വാദഗതികൾ. അതുകൊണ്ട് ഭഗവത്ഗീത സാമാന്യ ജനത്തിന് പെട്ടെന്ന് ദഹിക്കില്ല. സാമാന്യ ജനത്തിന് ദഹിക്കാൻ ദീർഘകാലത്തെ ശിക്ഷണം ആവശ്യമുണ്ട്. ഭഗവത്ഗീത അതുകൊണ്ട് ശ്രമകരമായിട്ട് പഠിക്കേണ്ട ഒന്നാണ്, മനസ്സിലാക്കിയെടുക്കേണ്ട ഒന്നാണ്. നമുക്ക് താൽക്കാലികമായ സുഖമല്ല ജീവിതത്തിൽ വേണ്ടത്, ശാശ്വതമായ സുഖമാണ്. മാത്രമല്ല
ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മളിലെ സ്വധർമ്മത്തെ സമ്പൂർണമായിട്ട് നിർവഹിക്കുകയും അതിലൂടെ അന്ധഃകരണ ശുദ്ധി ഉണ്ടാവുകയും കാലാന്തരത്തിൽ നമുക്ക് ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ ആത്മവിചാരം ചെയ്യാൻ സാധ്യമായിട്ട് തീരുകയും ആത്മസാക്ഷാത്കാരത്തിലൂടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യുക എന്ന വലിയ ഒരു ദൗത്യം ഓരോ ജീവനുമുണ്ട്. ആ ജീവൻ്റെ ദൗത്യം പൂർത്തീകരിക്കുക എന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ ഉന്നമായിട്ടിരിക്കേണ്ടുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകാത്തത് കൊണ്ട്, അറിയാത്തത് കൊണ്ട് നമ്മൾ അർജുനൻ്റെ പക്ഷത്ത് നിന്ന് അർജുനനെ സാധൂകരിക്കാനായിട്ട് ശ്രമിക്കും. അത്തരം ശ്രമങ്ങൾ കാലക്രമത്തിൽ നമ്മളുടെ ജീവിതത്തെ ബാധിക്കുള്ളൂ. കുറച്ചും കൂടി മുന്നോട്ട് പോയാലും നമുക്ക് അറിയുള്ളൂ അർജുനന് എവിടെയാണ് പിഴവുകൾ പറ്റുന്നത് എന്ന്. അർജുനൻ പറയുന്നു, വ്യാസൻ ഇതെല്ലാം എഴുതിയിട്ടുള്ളത് കൃത്യമായിട്ട് മനുഷ്യ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. വ്യാസനൊരു അൺഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, മൂഢനായിട്ടുള്ള എഴുത്തുകാരനല്ല, വളരെ ബുദ്ധിമാനായിട്ടുള്ള, മനുഷ്യൻ്റെ എല്ലാവിധ വികാരങ്ങളെയും താല്പര്യങ്ങളെയും മനസ്സിലാക്കിയിട്ടുള്ള ഒരു മഹാരചയിതാവാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോന്നും ശ്രദ്ധിക്കണം. വ്യാസൻ്റെ രചനയിൽ ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരൂനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഇവിടെ എത്തിയപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ വൃത്തം മാറ്റിയിട്ടുണ്ട്. കാരണം വളരെ വൈകാരികമായൊരു കാര്യമാണ് അർജുനൻ പറയാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു അനുഷ്ടുപ്പ് വൃത്തത്തിൽ നിന്ന് തൃഷ്ടുപ്പ് വൃത്തത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ വൃത്തം മാറ്റിയിരിക്കണു വ്യാസൻ. എന്താ പറയുന്നത്? മഹാനുഭാവാൻ ഗുരുനഹത്വ, മഹാനുഭാവന്മാരായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള ഗുരുക്കന്മാരെ കൊല്ലാതെ, അഹത്വ ഭോക്തും ഭക്ഷിക്കുവാൻ, ഭക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭിക്ഷാന്നം കഴിക്കാൻ പോലും, ഇഹലോകേ ശ്രേയ, ഈ ലോകത്തിൽ നല്ലതാകുന്നു, ശ്രേയസ്കരമാകുന്നു എന്ന്. അതായത് ഗുരുക്കന്മാരെ കൊല്ലാതെ, ഗുരുക്കന്മാർക്ക് ഹാനി വരുത്താതെ ഈ ലോകത്ത് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നത് ആണ് നല്ലത് എന്ന് അർജുനൻ വിചാരിക്കുകയാണ്. ഭൈക്ഷ്യം എന്ന് പറയുന്നത് ഭിക്ഷ എടുത്ത് ജീവിക്കുക. ആര് പറയണു? ഒരു യോദ്ധാവാണ്, സാധാരണ യോദ്ധാവല്ല, ലോകത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള, തൻ്റെ സ്വധർമ്മം ഒരു യോദ്ധാവിൻ്റേതെന്ന് തിരിച്ചറിഞ്ഞ ശക്തനായൊരു യോദ്ധാവ് പറയാണ് ഭിക്ഷയെടുത്ത് ജീവിക്കാമെന്ന്. അത് ആരുടെ ധർമ്മമാണ് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നത്? സന്യാസധർമ്മമാണ്. ഒരു സന്യാസധർമ്മം ചെയ്ത് ജീവിക്കാൻ അർജുനൻ മെൻ്റലി ഡിസൈഡ് ചെയ്യാന്ന് പറയുന്നത്, മാനസികമായിട്ടെടുക്കും തീരുമാനം. അത് പ്രായോഗികമാവുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം, അത് പ്രായോഗികമാവില്ല. കാരണം ഭിക്ഷയെടുക്കാൻ പോയിട്ട് ഭിക്ഷ കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ ഭിക്ഷ കൊടുക്കാത്ത ആളെ ചിലപ്പോൾ അർജുനൻ തൻ്റെ ക്ഷാത്രവീര്യം കൊണ്ട് അടിച്ചു കൊന്നെന്ന് വരാം. അതുകൊണ്ട് ക്ഷാത്രവീര്യമുള്ള ഒരാൾ യോദ്ധാവായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പറയുന്നു ഇഹലോകേ ശ്രേയ, ഈ ലോകത്തിൽ ശ്രേയസ്കരമായിരിക്കുന്നത് ഭിക്ഷാന്നമെടുത്ത് ജീവിക്കുന്നതാണ്, മഹാത്മാക്കളായിട്ടുള്ള ഗുരുക്കന്മാർക്ക് ഹാനി വരുത്താതെ. അർത്ഥകാമാൻ ഗുരുൻ, ഈ ഗുരുക്കന്മാരാകട്ടെ അർത്ഥകാമികളാണ്. അർത്ഥകാമികളായതുകൊണ്ടാണല്ലോ ദ്രോണരും ഭീഷ്മരും കൗരവപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. കൗരവർ കൊടുത്തിരിക്കുന്ന ആ അംഗീകാരവും അന്നവും പദവിയുമൊക്കെ ഉപേക്ഷിക്കുവാനുള്ള വൈമനസ്യം കൊണ്ടാണ് അവരിപ്പോഴും അധർമ്മത്തിൻ്റെ പക്ഷമായിട്ടുള്ള കൗരവപക്ഷത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവർ അർത്ഥകാമന്മാരാണെങ്കിലും അവരെ കൊല്ലാതെ ഭിക്ഷാനമെടുത്തിട്ട് ജീവിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. അർജുനൻ്റെ മനോഭാവത്തിൽ വൈരുദ്ധ്യമുണ്ട്. അർത്ഥകാമന്മാരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദോഷമുള്ളവരാണ്.
ദോഷമുള്ളവരെ കൊല്ലാതെ ഭിക്ഷയെടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ളൊരു വിചാര രീതിയാണ്. ഹത്വാതു കൊന്നിട്ടാകട്ടെ ഇഹ ഏവ ഇവിടെ തന്നെ രുധിരപ്രതിഗ്ധാൻ ഭോഗാൻ ഭുഞ്ചീയ ഇവയെല്ലാം കൊന്നതിന് ശേഷം രക്തം പുരണ്ട ഭോഗങ്ങളെ എങ്ങനെ അനുഭവിക്കും? വളരെ പ്രസക്തമായിട്ട് തോന്നുന്ന കാര്യമാണ് രക്തം പുരണ്ട ഭോഗം എന്ന് പറയുമ്പോൾ. അവരുടെ രക്തം പുരണ്ട, അവർ വധിക്കപ്പെടുകയാണെങ്കിൽ, അവർ വധിക്കപ്പെടുമെന്ന് അർജുനൻ തീരുമാനിക്കണമെങ്കിൽ അർജുനൻ വളരെ ശക്തനാണെന്ന് അർജുനന് ബോധ്യമുണ്ട്. അതായത് ഭീഷ്മ പിതാമഹനെ പോലെ സ്വന്തം ഗുരുവായിട്ടുള്ള, അസ്ത്രവിദ്യയിൽ ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യരെ പോലും വധിക്കാൻ തനിക്ക് കഴിയും എന്ന് ബോധ്യമുള്ളത് കൊണ്ട് അർജുനൻ പറയുന്നു, അവരുടെ രക്തം പുരണ്ട അന്നം കഴിക്കുന്നത് എങ്ങനെ നമുക്ക് സഹിക്കാനാകും എന്ന്. 6-ാമത്തെ ശ്ലോകം പറയാണ്, ന ചൈതദ് വിദ്മ കദരന്നോ ഗരീയഃ യദ്വാ ജയേമ യദിവാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവസ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. ഒന്നുകിൽ ഞങ്ങൾ ജയിക്കും, അല്ലെങ്കിൽ അവർ ജയിക്കും. ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അവർ ആരെ കൊന്നിട്ട് ഞങ്ങൾ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ അവരാണ് നമുക്കെതിരായിട്ട് നിൽക്കുന്നത് എന്ന് പറയാണ്. അതായത് ദുര്യോധനാദികൾ എതിർപക്ഷത്ത് നിൽക്കുമ്പോൾ അവരെ കൊന്നിട്ട് താൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് പറഞ്ഞിട്ടാണ് യുദ്ധക്കളത്തിൽ വന്നത്? ആരോടൊക്കെയാണ് തനിക്ക് യുദ്ധം ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് കാണാനായിട്ട് രഥം ഉഭയോഹോ സേനയോഹോ മധ്യേ സ്ഥാപയ എന്ന് പറഞ്ഞ അർജുനൻ ഇപ്പോൾ പറയാണ്, എതിർപക്ഷത്ത് നിൽക്കുന്ന ദുര്യോധനാദികളെ കൊന്നിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. അപ്പോൾ തന്നെ അർജുനൻ്റെ മനോഭാവത്തിന് ഒരു തലതിരിവുണ്ടായിട്ടുണ്ട്. വന്ന നേരത്ത് പറഞ്ഞതോ ചിന്തിച്ചതോ പോലെയല്ല ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. മനുഷ്യ മനസ്സിൽ എപ്പോഴെങ്കിലും വൈകാരിക ദുർബലതകൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ചിന്താഗതിയിൽ എത്ര വലിയ മാറ്റങ്ങൾ വരുമെന്ന് അറിയാമോ? തലതിരിഞ്ഞു പോകും ചിന്തകളെല്ലാവരും. അതുകൊണ്ട് 7-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാണ്. കാർപ്പണ്യദോഷോ ബഹദ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാദ് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷം കൊണ്ട് എൻ്റെ സ്വഭാവം ഉപഹതമായിരിക്കുകയാണ്, മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കാർപ്പണ്യദോഷം എന്ന വാക്കിനർത്ഥം കൃപണൻ്റെ, സ്വാർത്ഥൻ്റെ ഭാവം. അർജുനൻ ഒരു തിരിച്ചറിവിലേക്ക് വരുന്ന ഒരു സമയമാണിപ്പോൾ. കൃപണൻ്റെ ഭാവം കൊണ്ട്, സ്വാർത്ഥത കൊണ്ട് എൻ്റെ സ്വഭാവം, സ്വന്തമായിട്ടുള്ള ഭാവം മറിഞ്ഞു പോയിരിക്കുകയാണ്. അർജുനൻ ഇപ്പോൾ പറയുന്നത് അർജുനൻ്റെ മനസ്സല്ല എന്ന് അർജുനൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അർജുനൻ മുമ്പ് പറഞ്ഞതുപോലെയല്ല താൻ പറയുന്നതെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. യത് ശ്രേയഃ സ്യാത് ധർമ്മസമ്മൂഢചേതാഃ, ധർമ്മസമ്മൂഢചേതസ്സായിട്ടുള്ള, ധർമ്മമേത് അധർമ്മമേതെന്ന് തിരിച്ചറിയാത്ത മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ധർമ്മസമ്മൂഢചേതാഃ. കർത്തവ്യബോധമില്ലാത്തവനായിട്ട് അങ്ങയോട് ചോദിക്കുന്നു, യാതൊന്നാകുന്നു ശ്രേയസ്കരമായിട്ടുള്ളത്, അത് നിശ്ചിതമായി എനിക്കായിട്ട് പറഞ്ഞു തന്നാലും. ഇപ്പോൾ അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. ഏതാണ് ധർമ്മം എന്നെനിക്കറിയില്ല, ഏതാണ് അധർമ്മം എന്നറിയില്ല, എൻ്റെ സ്വഭാവം അറിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ഏതാണെന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു എന്ന് പറയുക. അപ്പോൾ ആ ചോദ്യം ചോദിച്ചിട്ട് പറയാണ്, അഹം തേ ശിഷ്യ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എന്ന്. പെട്ടെന്ന് ഒരു മനംമാറ്റം ഉണ്ടാകുന്നു അർജുനനുണ്ടാകുകയാണ്. ഭഗവാൻ കൃഷ്ണനോട് പറയുന്നു, ഞാൻ അങ്ങയുടെ ശിഷ്യനാകുന്നു എന്ന്. അർജുനൻ്റെ തേരാളിയാണ് കൃഷ്ണൻ. ഇപ്പോൾ കൃഷ്ണൻ്റെ ശിഷ്യനായിട്ട് അർജുനൻ മാറുകയാണ്.
ത്വാം പ്രപന്നം, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ട് അങ്ങയെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുകയാണ്. മാം ശാധി, എന്നെ പഠിപ്പിച്ചാലും എനിക്ക് പറഞ്ഞു തന്നാലും. ഇതൊരർത്ഥത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ചിന്താഗതിക്ക് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ രൂപപ്പെട്ടു വരികയാണ്. ഇവിടെ അർജുനൻ ശിഷ്യഭാവം കൈക്കൊള്ളുന്നു. ശിഷ്യഭാവം കൈക്കൊള്ളുക മാത്രമല്ല, സ്വയം വെളിപ്പെടുത്തുന്നു, ഞാൻ പ്രപന്നനാണ്, ഞാൻ സമർപ്പിതനാണ്. അതുകൊണ്ട് എന്നെ പഠിപ്പിച്ചാലും എനിക്ക് പറഞ്ഞു തന്നാലും, കാരണം എന്താണെന്ന് എനിക്കറിയില്ല, ചെയ്യേണ്ടതെന്നറിഞ്ഞുകൂടാ, ധർമ്മമേതെന്നറിഞ്ഞുകൂടാ, ധർമ്മം എന്തെന്നറിയാത്ത വിധത്തിൽ ഞാൻ ഒരു മൗഢ്യത്തിലകപ്പെട്ടിരിക്കുകയാണ് എന്ന് വെളിപ്പെടുത്താണ്. ഇത് ശരിക്കും ഒരു ശിഷ്യഭാവത്തിലേക്ക് അർജുനൻ മാറി എന്നതിൻ്റെ തെളിവാണ്. എവിടെ ഭഗവത്ഗീത മനസ്സിലാക്കാൻ നമ്മൾ വളരുന്നുവോ അവിടെ നമ്മൾ ഭഗവത്ഗീത ശിഷ്യഭാവത്തിലാണ് കേൾക്കേണ്ടത്. നമുക്ക് സ്വയം എല്ലാം അറിയാം എന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊന്നും അറിയുകയില്ല. അർജുനൻ ഇതുവരെ സംസാരിച്ചത് അറിയാമെന്ന വ്യാജേനയാണ്. അറിയാമെന്ന വ്യാജേനയെ സംസാരിക്കുന്നവരെ പണ്ഡിതമന്യന്മാർ എന്ന് പറയും. അവർ പണ്ഡിതന്മാരല്ല, പണ്ഡിതമന്യന്മാരാണ്. പണ്ഡിതന്മാരെന്ന് വിചാരിക്കുന്നവരാണ്, അവരൊരിക്കലും പണ്ഡിതന്മാരല്ല. അത്തരത്തിൽ അർജുനൻ ഏറെ കാര്യങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭിക്ഷാന്നമെടുത്ത് ജീവിക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ പാപം നമ്മളെ ആശ്രയിക്കും. അതുമാത്രമല്ല, കുലസ്ത്രീകൾക്ക് അവരുടേതായിട്ടുള്ള നാശമുണ്ടാകും, ദോഷങ്ങളുണ്ടാകും, കുടുംബത്തിന് തറവാടിന് ദോഷങ്ങളുണ്ടാകും എന്നൊക്കെ ഒത്തിരി ന്യായീകരണങ്ങൾ നടത്തിയിരുന്നു. ഈ ന്യായീകരണങ്ങളൊന്നും ഇപ്പോൾ പ്രസക്തമല്ലാത്ത വിധത്തിൽ അർജുനൻ പറയുന്നു, എൻ്റെ മനസ്സ് ഒരു മൗഢ്യത്തിലേക്ക് ആണ്ടുപോയിരിക്കുകയാണ്, അതുകൊണ്ട് കൃത്യമായി എനിക്ക് എന്തെന്നറിയാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങയുടെ സഹായം തേടിയിരിക്കുന്നു, ഞാൻ അങ്ങയ്ക്ക് എന്നെ സമർപ്പിക്കുന്നു. അങ്ങ് എന്നെ പഠിപ്പിച്ചാലും ശാധി മാം ശിഷ്യസ്തേഹം, ഞാൻ അങ്ങയുടെ ശിഷ്യനായിട്ട് മാറിയിരിക്കുന്നു. ഇത് വലിയ ഒരു ട്രാൻസ്ഫോർമേഷനാണ്, ഇത് വലിയൊരു മാറ്റമാണ്. ഇത്തരം മാറ്റങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് അധ്യാത്മമായിട്ടുള്ള വളർച്ചയിലേക്ക് ഉയരാനായിട്ട് കഴിയുള്ളൂ. ഭഗവത്ഗീതയുടെ ആദ്യത്തെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റേജ്, മാറ്റത്തിൻ്റെ ഘട്ടമാണിത്. നമ്മൾ ഒരു വ്യക്തി എന്ന രീതിയിൽ ഈ ലോകത്ത് ഭൗതികമായ പലതും നമുക്ക് ആർജിക്കാൻ കഴിയും, നേടാൻ കഴിയും. അർജുനനെ പോലെ ഒരു യോദ്ധാവ് ഈ ലോകത്ത് ആർജിക്കാവുന്നതിൻ്റെ പരമാവധി കഴിവുകൾ ആർജിച്ച വ്യക്തിയാണ്. എന്നിട്ടും അർജുനന് തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നിമിഷത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ അദ്ദേഹം ധർമ്മസമ്മൂഢചേതസ്സായി ഭഗവാൻ കൃഷ്ണൻ്റെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എന്നെ പഠിപ്പിക്കൂ എന്ന് പറയുകയാണ്. എനിക്കറിയുന്നില്ല എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. ഈ ഒരു അവസ്ഥയാണ് ശരിക്കും ഒരു ഗുരുവിൻ്റെ റെലവൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. എവിടെ നമുക്ക് സ്വയം തീരുമാനമെടുക്കാൻ കഴിയുന്നില്ലയോ, എവിടെ ശരിയേത് തെറ്റേതെന്നറിയാൻ കഴിയുന്നില്ലയോ, ആ നിമിഷത്തിൽ നമ്മേക്കാൾ നന്നായി കാഴ്ചയുള്ള, നമ്മേക്കാൾ നന്നായി അറിവുള്ള, നമ്മേക്കാൾ നന്നായി ബോധ്യമുള്ള ഒരു വ്യക്തിയെ ശരണം ഗമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതാണ് ഭഗവാന് അർജുനനേക്കാൾ കാഴ്ചയുണ്ടെന്നും അർജുനനേക്കാൾ അവബോധമുണ്ടെന്നും അർജുനനേക്കാൾ വ്യക്തിത്വമുണ്ടെന്നും വിശാലതയുണ്ടെന്നും ഈശ്വരീയമായൊരു ആന്തരികതയുണ്ടെന്നും മനസ്സിലാക്കിയിട്ടുള്ള അർജുനൻ ഭഗവാന്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ ശിഷ്യനാണെന്ന് പ്രഖ്യാപിക്കുന്നതോടെയാണ് ഭഗവത്ഗീതയുടെ തുടക്കം ആരംഭിക്കുന്നത്. എന്നാൽ ഈ ശ്ലോകത്തിലാണ് തുടക്കമെങ്കിലും 11ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവത്ഗീത ഉപദേശം തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അർജുനൻ പറയുന്നു, നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. ഭൂമിയിൽ ശത്രുക്കളില്ലാത്തതും സമൃദ്ധവുമായിട്ടുള്ള രാജ്യത്തെയും ദേവന്മാരുടെ ആധിപത്യത്തെയും പ്രാപിച്ചിട്ടും ഇന്ദ്രിയങ്ങൾക്ക് വരൾച്ചയുണ്ടാക്കുന്നതിൻ്റെ ഈ ശോകത്തെ യാതൊന്നുകൊണ്ട് ശമിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ കാണുന്നില്ല. എൻ്റെ ശോകം അത്ര തീവ്രമായിരിക്കുകയാണ്. അർജുനൻ്റെ ശോകത്തിൻ്റെ തീവ്രത ധ്വനിപ്പിക്കുന്നതാണ്. ഈ ലോകത്ത് ദേവലോകം തന്നെ തന്നാലും എനിക്ക് വേണ്ട,
കാരണം എനിക്കതിൽ ആഗ്രഹമില്ലാതായിരിക്കുന്നു. ദേവന്മാരുടെ സ്ഥാനം പോലും തന്നാലും എനിക്ക് സന്തോഷമില്ല. എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ശോകം, വരൾച്ച ഉണ്ടായിരിക്കുകയാണ്. എൻ്റെ ശോകത്തെ നശിപ്പിക്കുന്ന ജ്ഞാനമാണ് എനിക്ക് ആവശ്യം, അറിവാണ് ആവശ്യം എന്ന് പറയുമ്പോൾ അർജുനൻ തീവ്രമായ ഒരു മുമുക്ഷുവിൻ്റെ തലത്തിലേക്ക്, മോക്ഷാർത്ഥിയുടെ തലത്തിലേക്ക് മാറിയിരിക്കുന്നു. ഈ മാറ്റം, ട്രാൻസ്ഫോർമേഷൻ, ഒരു മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കാനുള്ള വാതായനത്തിൻ്റെ വക്കത്തെത്തി നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് അർജുനൻ മാറിയിരിക്കുകയാണ്. ഇവിടെ സഞ്ജയൻ വീണ്ടും രംഗപ്രവേശം ചെയ്യുന്നു. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നതായിട്ട് പറയാണ്, സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരന്തപ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. പരന്തപ, അല്ലയോ ശത്രുക്കളെ നശിപ്പിക്കുന്ന ഗുഡാകേശ, അർജുനൻ ഭഗവാനോട്, ഋഷികേശനോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതെ ഇരിക്കുകയായിരുന്നു. തൂഷ്ണീം ബഭൂവഃ, മിണ്ടാതിരിക്കായി. പിന്നെ ഇതുവരെ അർജുനൻ സംസാരിച്ചു കൊണ്ടിരുന്ന സംസാരത്തിൽ നിന്നും വിരമിച്ചു. അർജുനൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ യുദ്ധം ഞാൻ ചെയ്യുകയില്ല എന്നുള്ള തീരുമാനത്തിലെത്തി. യോത്സ്യ എന്ന് പറഞ്ഞാൽ ഐ വിൽ നോട്ട് ഫൈറ്റ്, ഞാൻ ഫൈറ്റ് ചെയ്യില്ല, ഞാൻ യുദ്ധം ചെയ്യില്ല, ഡിസിഷനിലേക്ക് എത്തി. എന്നിട്ട് മിണ്ടാതിരിക്കുകയാണ്, ഒന്നും മിണ്ടുന്നില്ല, ഒരു മൗനത്തെ അവലംബിച്ചു. യഥാർത്ഥത്തിൽ ഒരു ഗുരുവിനെ ശ്രവിക്കുന്നതിന് മുമ്പുള്ള ഒരു മൗനം ആവശ്യമുണ്ട്. വാചാലമായ ഒരു മനസ്സിന് ഒരു ഗുരു പറയുന്നത് മനസ്സിലാകില്ല. അതുകൊണ്ട് വാചാലമായ മനസ്സിലേക്ക് ഒരു ഗുരുവും ഒഴിയുകയുമില്ല. അർജുനൻ വാചാലമായപ്പോഴൊന്നും ഭഗവാൻ കൃഷ്ണൻ ഒരു വാക്കും ഉപദേശിച്ചില്ല. ഉപദേശം വരുന്നത് മൗനമാകുമ്പോഴാണ്. ശിഷ്യൻ മൗനമാകുമ്പോൾ ഗുരു വാചാലമാകും, ശിഷ്യൻ വാചാലമാകുമ്പോൾ ഗുരു മൗനമാകും. കാരണം നമ്മളുടെ ഉള്ളിൽ ഒരു ശൂന്യത ഉണ്ടാകേണ്ടതുണ്ട്. ആ ശൂന്യത സ്വീകാര്യതയുടെ ഒരു ശൂന്യതയാണ്. ഗുരു പറയുന്നത് കേൾക്കാനും സ്വീകരിക്കുവാനും ഒരു ശൂന്യത നമ്മുടെ ഉള്ളിലുണ്ടാകണം, ഒരു നിശബ്ദതയുണ്ടാകണം, ഒരു മൗനമുണ്ടാകണം. ആ മൗനത്തിലാണ് ഗുരുവിനെ ശ്രവിക്കാനുള്ള ശ്രദ്ധ വളർന്നു വരുന്നത്. ആ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ്, ഏകാഗ്രത അത്യന്താപേക്ഷിതമാണ്. ആ ശ്രദ്ധയാണ് അർജുനന് ജനിച്ചിരിക്കുന്നത്. അത് മൗനമായിട്ട്, തൂഷ്ണീം ഭാവമായിട്ട് വളർന്നിരിക്കുന്നു. ആ മൗനം ആയ സമയത്ത് ആണ് തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീതന്തമിതം വചഃ. രണ്ട് സൈന്യങ്ങളുടെ നടുവിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അവനോട് ഭഗവാൻ പ്രഹസന്നിവ, ചിരിക്കുന്നത് പോലെ ഒരു മന്ദഹാസത്തോടു കൂടിയിട്ട് ആണ് ഭഗവത്ഗീത പറയാൻ തുടങ്ങിയത്. അർജുനൻ്റെ വിഷാദം ഒരു വശത്ത് അഗാധമായിട്ട് തളം കെട്ടി നിൽക്കുകയാണ്, അത് മൗനരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. ആ സമയത്ത് ഭഗവാന്റെ മുഖത്ത് ഒരു പ്രസന്നത, ഒരു മന്ദഹാസം, പ്രഹസൻ ഇവ, ചിരിയുള്ളതുപോലെ. ആ ചിരി ആത്മജ്ഞാനത്തിൻ്റെ ചിരിയാണത്. നമുക്ക് മരണത്തിൻ്റെ മുന്നിലും ആ ചിരി നിലനിർത്താൻ കഴിയുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. യുദ്ധം എന്ന് പറയുന്ന ഘോരമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ അർജുനനെ പോലെയുള്ളൊരു യോദ്ധാവ് വിഷാദഗ്രസ്തനായി ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും അവിടെയും ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഏത് പ്രതിസന്ധിയിലും പുഞ്ചിരിയോടെ സംസാരിക്കാൻ നമുക്ക് കഴിയുന്നിടത്ത് തന്നെയാണ് ജീവിതത്തിൻ്റെ വിജയം. അതിനൊരു പക്വത ആർജിക്കേണ്ടതുണ്ട്, ഒരു മെച്യൂരിറ്റി നമ്മൾ കൈവരിക്കേണ്ടതുണ്ട്. അതിനെ ഇമോഷണൽ ഐക്യു എന്നോ വൈകാരികമായ പക്വത എന്നോ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ വൈകാരിക പക്വത ആത്മജ്ഞാനത്തിലാണ് പര്യവസാനിക്കുന്നത്. ആത്മജ്ഞാനം കൈവരുമ്പോഴാണ് ഈ വൈകാരിക പക്വത ഒരുവന് ഉണ്ടായി വരുന്നത്. അപ്പോൾ അർജുനൻ്റെ അടുത്ത് ഭഗവാൻ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് പറയുന്നത്,
ഉപദേശം ആരംഭിക്കുന്നത് 11-ാമത്തെ ശ്ലോകം. ഇത് മുതലാണ് ഭഗവത്ഗീതയുടെ സമാരംഭം എന്ന് പറയാം. ഭഗവത്ഗീത ഉപദേശത്തിൻ്റെ സമാരംഭം. ഭഗവത്ഗീത ആരംഭിച്ചെങ്കിലും നമ്മൾ ഗീതോപദേശം എന്ന രീതിയിൽ എടുക്കേണ്ടത് 11-ാമത്തെ ശ്ലോകം മുതലാണ്. 2-ാം അധ്യായം 11-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ സംസാരിക്കുന്നിടത്താണ്. എന്നാൽ ഭഗവാൻ സംസാരിക്കുന്നതെല്ലാം താത്വികമായിട്ട് ഗീതോപദേശമായിട്ട് എടുക്കരുത്. ചില സന്ദർഭങ്ങളിൽ മുമ്പ് അർജുനൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി എന്നോണം പറയുന്ന ചില ശ്ലോകങ്ങളുണ്ട്. അതൊക്കെ ഗീതാദർശനം എന്ന രീതിയിലും വ്യാഖ്യാനിക്കാൻ പാടില്ല. അപ്പോൾ ഗീത ശരിയായിട്ട് സൂക്ഷ്മതയോടെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഏതാണ് ഗീതയുടെ തത്വദർശനമെന്നും ഏതാണ് ഭഗവാൻ അർജുനൻ്റെ മുന്നേ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെന്ന രീതിയിൽ പറയുന്നതെന്നൊക്കെ വേർതിരിച്ചറിയാൻ കഴിയുന്ന ഒരു വകതിരിവ് നമ്മൾക്ക് വളർത്തിയെടുത്താൽ മാത്രമാണ് ശരിയായിട്ട് ഗീതാപഠനം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഭഗവാൻ പറഞ്ഞ ശ്ലോകങ്ങളെല്ലാം ഗീതോപദേശം എന്ന് പറഞ്ഞ് ഉദ്ധരിക്കാനൊന്നും പാടില്ല എല്ലായ്പ്പോഴും. അപ്പോൾ ഗീതോപദേശം, ഭഗവാൻ പറഞ്ഞ എല്ലാ ശ്ലോകങ്ങളും ഗീതോപദേശമല്ല. ഗീതോപദേശത്തിന് ദാർശനികമായ അടിത്തറയുണ്ട്. ആ ദാർശനികമായ അടിത്തറയിൽ നിന്ന് മാത്രമാണ് ഗീതോപദേശത്തെ പഠിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ 11-ാമത്തെ ശ്ലോകത്തിൽ എങ്ങനെ ഭഗവാൻ ഉപദേശം തുടങ്ങുന്നു എന്ന് നമുക്ക് നോക്കാം. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാം ച ഭാഷസേ ഗതാസൂനഗതാസുംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. അശോച്യാൻ അന്വശോചഃ ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂൻ ച ന അനുശോചന്തി പണ്ഡിതാഃ. പണ്ഡിതാഃ ന അനുശോചന്തി. പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല, ശോചിക്കാറില്ല. പണ്ഡിതൻ എന്ന വാക്കിന് ജ്ഞാനി എന്നാണ് അർത്ഥം. ജ്ഞാനി ഒരിക്കലും ദുഃഖിക്കാറില്ല. ശോചിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖിക്കുക. എന്നാൽ ഇവിടെ നമുക്ക് നോക്കാം. ത്വം, നീ അശോച്യാൻ, ദുഃഖിക്കേണ്ടാത്തവരെ പറ്റി അന്വശോച, വ്യസനിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുഃഖിക്കേണ്ടാത്തവരെ പറ്റി നീ വ്യസനിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ പ്രജ്ഞാവാദാൻ ഭാഷസെ, നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. പണ്ഡിതന്മാർ ഗതാസൂൻ അഗതാസൂൻ ച ന അനുശോചന്തി. ഗതാസു, അസു എന്ന് പറഞ്ഞാൽ പ്രാണൻ പോയവരിലും പ്രാണൻ പോകാത്തവരിലും മരിച്ചവരിലും ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും ഒരു പണ്ഡിതൻ വ്യസനിക്കാറില്ല. ആത്മജ്ഞാനി വ്യസനിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനി നിഷ്പക്ഷനാണ്, നിസ്സംഗനാണ്. ആത്മജ്ഞാനിക്ക് ജനന മരണങ്ങളോട്, പ്രത്യേകിച്ച് ജനനത്തോട് ആസക്തിയും മരണത്തോട് വിമുക്തിയൊന്നുമില്ല. രണ്ടിനോടും തുല്യഭാവമാണ്, സമഭാവമാണ്. പണ്ഡിതാഹ സമദർശിനഃ എന്ന് ഗീതയിൽ വേറൊരിടത്ത് പറയുന്നുണ്ട്. ഇവിടെ അർജുനൻ ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ദ്രോണാചാര്യരെക്കുറിച്ചും ഭീഷ്മാചാര്യരെക്കുറിച്ചുമൊക്കെയല്ലേ വ്യസനം. അവർ മരിക്കുമെന്ന് വിചാരിക്കുന്നത് താത്വികമായ അർത്ഥത്തിൽ വലിയ തെറ്റാണ്. ഇനി അവർക്ക് ബോധമില്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ അവർ യുദ്ധക്കളത്തിൽ വന്നു നിൽക്കുന്നത്. അവർക്കെല്ലാ ധർമ്മശാസ്ത്രങ്ങളും അറിയാം. ദ്രോണാചാര്യർക്കും അറിയാം, ഭീഷ്മാചാര്യർക്കും അറിയാം. ധർമ്മശാസ്ത്രങ്ങളെല്ലാം പഠിക്കുകയും അതിൽ പാരംഗതന്മാരായവരുമാണ് ഭീഷ്മരും ദ്രോണരും. അതുകൊണ്ട് തന്നെ അവർ വിധിയുടെ ഇരകളൊന്നുമല്ല. അവർക്ക് വേണമെങ്കിൽ ആ യുദ്ധം ഒഴിവാക്കുകയോ ധർമ്മപക്ഷത്ത് ചേരുകയോ ചെയ്യാം. അതൊന്നും അവർ ചെയ്തില്ല. അതുകൊണ്ട് അവരെക്കുറിച്ച് നീ എന്തിനു ദുഃഖിക്കുന്നു? ഒരു ചോദ്യം. രണ്ടാമത്തേത്, ശരീരത്തിന് ഇന്നല്ലെങ്കിൽ നാളെ നാശമുണ്ട്, ആത്മാവിന് മരണമില്ല. ഭീഷ്മരും ദ്രോണരും ആത്മജ്ഞാനികൾ തന്നെയാണ്, ആത്മബോധ്യമുള്ളവർ തന്നെയാണ്. ആത്മവിദ്യ അവർക്ക് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് ആത്മാവിന് മരണമില്ല, ശരീരത്തിന് ഇന്നല്ലെങ്കിൽ നാളെ നാശമുണ്ട്.
മാത്രമല്ല ഭീഷ്മപിതാമഹൻ സ്വച്ഛന്ത മൃത്യുവാണ്. നമ്മൾ വധിച്ചാലും വധിക്കപ്പെടാത്തവനാണ്. അർജുനൻ്റെ അസ്ത്രമേറ്റിട്ടാണ് ശരിക്കും ഭീഷ്മർ വീഴുന്നതെങ്കിലും ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവാണ്. മരണകാലം നിശ്ചയിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. എപ്പോൾ മരിക്കണമെന്ന് അവർ തീരുമാനിക്കും. അങ്ങനെയുള്ള സ്വച്ഛന്ത മൃത്യുവിനെക്കുറിച്ച് ഓർത്ത് നീ എന്തിന് വ്യസനിക്കുന്നു? അപ്പോൾ അശോച്യാനന് ശോച്ഛഹ എന്നതിന് നീ ശോചിക്കേണ്ടാത്തവർക്ക് വേണ്ടി ശോചിക്കുന്നു എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട്. ആത്മാവിന് മരണമില്ല. ആത്മാവിനെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്. ആത്മാവിന് മരണമില്ല. അവർ ആത്മാസത്തയാണെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ശരീരത്തിന് നാശമുള്ളതാണ്. ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കും. അതുകൊണ്ട് നീ എന്നിട്ട് അറിവുള്ളവരെ പോലെ സംസാരിക്കുന്നു. അതായത് അറിവുള്ള ഒരാൾ, ആത്മബോധ്യമുള്ള ഒരാൾ അടുത്ത് തേരാളിയായിട്ടിരിക്കുമ്പോഴും അല്പം പോലും അത്തരം ബോധ്യമില്ലാത്ത ഒരാൾ അടുത്തിരുന്ന ആത്മജ്ഞാനിയോട് എത്ര ഉപദേശങ്ങളാണ് നൽകിയത്. ആത്മജ്ഞാനിയായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനോട് എന്തെല്ലാം ഉപദേശങ്ങളാണ് നൽകിയത്. അതൊക്കെ വിഡ്ഢിത്തങ്ങളാണ്. ഇതിൽ അപ്പോൾ ഒരു ആക്ഷേപമുണ്ട്. ഇതിൽ നമ്മളോടും ഈ ആക്ഷേപം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പല ന്യായീകരണങ്ങളും പല സന്ദർഭങ്ങളും നിരത്തുമ്പോഴും നമുക്ക് പറയുന്ന കാര്യത്തിൽ വലിയ ബോധ്യം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പല കാര്യങ്ങളും നമ്മൾ തീരുമാനമെടുത്ത് നമ്മളുടെ പ്രിജുഡീസ് എന്ന രീതിയിൽ മുൻധാരണ കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഉപദേശങ്ങളൊക്കെ എവിടെ നിന്നെങ്കിലും കേൾക്കാൻ പോകുന്നതെങ്കിൽ ഒരിക്കലും നമുക്കതിൻ്റെ പ്രയോജനം ഉണ്ടാകില്ല. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഉപദേശത്തിന് കേൾക്കണമെങ്കിൽ മുൻധാരണകൾ ഒഴിച്ചു വെക്കണം, അകം ശൂന്യമാക്കി വെക്കണം. മുൻധാരണകളുടെ വെളിച്ചത്തിൽ ഉപദേശങ്ങൾ ഫലവത്താകുകയില്ല. മുൻധാരണകൾ എന്നും നമ്മുടെ അഹങ്കാരത്തിൽ നിന്ന് ജനിച്ചിട്ടുള്ളതാണ്. അഹങ്കാരജന്യങ്ങളായിട്ടുള്ള നമ്മളുടെ മുൻധാരണകൾ ഉപേക്ഷിക്കാതെ നമുക്ക് ഉപദേശത്തിൻ്റെ, ഗുരുപദേശത്തിൻ്റെ ആ വിസ്തൃത ഭൂമികയിലേക്ക് ആണ്ടിറങ്ങാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അർജുന, നീ ദുഃഖിക്കേണ്ടാത്തവർക്ക് വേണ്ടി ദുഃഖിക്കുക മാത്രമല്ല, നീ അറിവുള്ളവരെ പോലെ സംസാരിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു ജ്ഞാനി ഒരിക്കലും ജീവിച്ചിരിക്കുന്നവരെ പറ്റിയും മരിക്കുന്നവരെ പറ്റിയും വ്യസനിക്കുന്നില്ല എന്ന് നീ മനസ്സിലാക്കണം. എന്തുകൊണ്ട് വ്യസനിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആത്മാവിന് നാശമില്ല എന്ന് ജ്ഞാനിക്കറിയാവുന്നത് കൊണ്ടാണ്. ശരീരത്തിന് പരിണാമമുണ്ടാകുന്നതും അപക്ഷയമുണ്ടാകുന്നതും നാശമുണ്ടാകുന്നതും സ്വാഭാവികമാണെന്ന് ജ്ഞാനിക്കറിയാവുന്നത് കൊണ്ട് ജ്ഞാനിക്ക് ദുഃഖമില്ലാതിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ജ്ഞാനിയല്ല നീ എന്ന ജ്ഞാനിയെപ്പോലെ സംസാരിക്കുന്നു. ഇതൊക്കെ നിന്നിൽ കാണുന്നൊരു വൈരുദ്ധ്യമാണ്. നീ അത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മാത്രമല്ല പണ്ഡിതാഹാന അനുശോചന്തി, പണ്ഡിതന്മാർ അനുശോചിക്കുന്നില്ല, ദുഃഖിക്കുന്നില്ല. അതുകൊണ്ട് നീ പാണ്ഡിത്യത്തിലേക്ക് വളരേണ്ടതുണ്ട്. പണ്ഡായസ്യ സഹ പണ്ഡിത, ആരാണോ പണ്ടയുള്ളത്, ആത്മജ്ഞാനമുള്ളത്, അവനാണ് പണ്ഡിതൻ എന്നാണ് പണ്ഡിതൻ എന്ന വാക്കിൻ്റെ നിർവചനം. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കണം. ഭഗവത്ഗീതയിൽ പണ്ഡിതൻ എന്ന് പറയുന്നത് നമ്മളുടെ നാട്ടിൽ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ നിഷേധാത്മകമായൊരർത്ഥമാണ്. വളരെ മോശപ്പെട്ടൊരു പദമാണ് പണ്ഡിതൻ. അങ്ങേര് മഹാപണ്ഡിതനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് വെറും കിതാബും കഷത്ത് വെച്ച് നടക്കുന്ന ഒരാളാണെന്ന് പറയും. ഒരു പ്രയോജനമില്ല, രാവിലെ ഇറങ്ങും പുസ്തകം എടുത്ത് എന്ന് പറയുന്ന ആളുകളെയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സംസ്കൃത ഭാഷയിലും അധ്യാത്മ ഭാഷയിലും പണ്ഡിതൻ എന്ന് പറയുന്നത് മഹത്തായൊരു പദമാണ്. ആ പണ്ഡിതൻ ആത്മജ്ഞാനിയാണ്. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാര് പാർത്തിടുന്നു എന്ന് നാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ ചോദിക്കുന്നുണ്ട്. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാര് പാർത്തിടുന്നു എന്ന്. ആർക്കാണ് പണ്ഡിതൻ്റെ ആ പരമരഹസ്യം വെച്ചാൽ പരമാത്മബോധത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ആത്മോപദേശ ശതകത്തിൽ. അപ്പം നമ്മളെല്ലാവരും പണ്ഡിതന്മാരാകണം, പണ്ടയുള്ളവരാകണം, ആത്മജ്ഞാനമുള്ളവരാകണം. അർജുനനും പണ്ടയുള്ളവനായിട്ട് മാറണം, ആത്മജ്ഞാനമുള്ളവനായിട്ട് മാറണം. അതാണ് ആദ്യത്തെ ഉപദേശത്തിൽ തന്നെ ഭഗവാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ ബാക്കി കുറേശ്ശെ എടുക്കാം. ഭഗവത്ഗീത മുഴുവനും എടുത്ത് തീരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിരുന്നാലും നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവരും പല പ്രാവശ്യം ഇത് കേൾക്കുക, സ്റ്റഡി ചെയ്യുക, പഠിക്കുക. അതിലൂടെ വ്യക്തതയും ആത്മബോധമുള്ളവരുമായിട്ട് തീരുക.
ഈ പറയുന്ന വാക്കുകളും പദങ്ങളൊക്കെ പല ആവൃത്തി കേട്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സുപരിചിതമായ പദങ്ങളൊന്നുമല്ല ഭഗവത്ഗീതയിൽ അവതരിപ്പിക്കുന്നത്. ദീർഘകാലത്തെ പഠനവും സ്വാധ്യായവും ഒക്കെ നമുക്കുണ്ടെങ്കിൽ ചില പദങ്ങളുടെ അർത്ഥമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം, പല പ്രാവശ്യം ശ്രവിക്കണം. ഭഗവത്ഗീത നിരന്തരമായിട്ട് പഠിക്കുകയും വായിക്കുകയും സ്വാധ്യായം ചെയ്യുകയും ചെയ്യണം. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഓം നമസ്തേ. നമസ്തേ നമസ്തേ നമസ്തേ. ഓക്കെ, ഇന്ന് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ആരെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു വേദിയാണിപ്പോ. ആർക്കെങ്കിലും ചോദ്യങ്ങളോ അല്ലേ സ്വാമി? ഒരു 10 മിനിറ്റ് എടുക്കാമല്ലോ അല്ലേ? 10 മിനിറ്റ് ചോദിക്കാം. ആർക്കാണ് എന്തെങ്കിലും ചോദിക്കാനോ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമാണ്. നമസ്കാരം. ആരെ ചോദിക്കുന്നത്? പരിചയപ്പെടുത്തിയോളൂ. ഞാൻ നമ്മളെ മുന്നത്തെ ക്ലാസ് അടക്കം വെച്ച് നമ്മൾ നിർത്തിയായിരുന്നല്ലോ. നിർത്തിയോ? ഇതല്ല, അത് നിർത്തി. പല പ്രാവശ്യം തുടങ്ങിയതാ. നമ്മളെ 6ാം ചാപ്റ്ററിലെ വന്നാണ്. അപ്പൊ ഞാനിത് ഇന്നാണ് കണ്ടത്. ഇത് അങ്ങനെ എല്ലാം എടുത്തു പോകുന്നതല്ല, ഇതൊന്നും ഓടിച്ചെടുത്തു പോകുന്ന ക്ലാസ്സുകൾ. അത് ഇത് മറ്റേത് നമ്മൾ അതൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ഇനി ഈ ക്ലാസ് എങ്ങനെ, ഏതൊക്കെ ദിവസങ്ങളിലെ? ഇത് വെള്ളിയാഴ്ച ദിവസങ്ങളില് 7:30. വെള്ളിയാഴ്ച മാത്രമല്ലേ? വെള്ളിയാഴ്ച മാത്രം 1 മണിക്കൂർ നേരം ഒരു സ്വാധ്യായം എന്ന രീതിയിൽ മാത്രം എടുക്കുന്നു. ഇതിപ്പോ മുന്നോട്ട് പോകുമ്പോ എല്ലാ ശ്ലോകങ്ങളും എടുക്കണമെന്നില്ല, കുറച്ചും കൂടി കഴിഞ്ഞാൽ ശ്ലോകങ്ങളുടെ എണ്ണം കുറയും. സ്വാമിജി പറഞ്ഞു കേട്ടു. എന്നാണ് ഞാൻ ചോദിച്ചത്, ഇടയ്ക്ക് കേട്ടിരുന്നത്. സ്വാമിജി നാട്ടിലുണ്ടോ? നാട്ടിലുണ്ട്. നമസ്കാരം. നമസ്തേ സ്വാമിജി. ഞാന് ഭഗവത്ഗീതയ്ക്ക് വേണ്ടിയിട്ട് പൈസ പേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എവിടെയാണ് എങ്ങനെ അറിയാൻ പറ്റുക? ആർക്കാണ് അതിന് മെസ്സേജ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ഞാനൊരു മെസ്സേജ് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ബുക്ക് സ്റ്റാളിന്റെ ഭഗവത്ഗീത പുസ്തകത്തിന്റെ കേസാണല്ലോ പറയുന്നത് അല്ലേ? അതെ. ഞാൻ അതിൽ പറഞ്ഞ എമൗണ്ട് പേ ചെയ്തു, ഗൂഗിൾ പേ ചെയ്തു. പക്ഷെ അതെങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ റിപ്പോർട്ടും അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ്? അത് ആ നമ്പറും കൂടി തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് വേണം പേ ചെയ്യാനായിട്ട്. അവരുടെ അടുത്തൊന്ന് പറയണം കേട്ടോ, നിങ്ങൾ കൊടുത്തു എന്നുള്ളത്. നിങ്ങൾ അഡ്രസ്സും കൊടുക്കണം, അഡ്രസ്സൊക്കെ കൊടുക്കണം ബുക്ക് ചെയ്യുന്ന സമയത്ത്. അതിനാണ് നമ്പർ വെച്ചിരിക്കുന്നത്. നമ്മളായിട്ട് കണക്ഷൻ ഇല്ല. നമ്മൾ ജസ്റ്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ അഡ്രസ്സും ആ GPay നമ്പറും തന്നു മാത്രം. നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവരെ പേഴ്സണലി വിളിച്ചിട്ട് ചെയ്യേണ്ടത്. പേഴ്സണൽ അഡ്രസ്സ് അവർ വിളിച്ച് പറഞ്ഞ് അഡ്രസ്സ് കൊടുക്കണം. അവർക്ക് പൈസ നമ്മളാണ് അയച്ചതെന്ന് പറയണം. നമുക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ അവർ ഇത് നമ്മളുടെ പുസ്തകശാലയല്ല. ഇത് തൃശ്ശൂർ ശ്രീരാമകൃഷ്ണ മഠത്തിന്റെ ഒരു ബുക്ക് സ്റ്റാളാണ്. അതിലാണ് ഭഗവത്ഗീത കിട്ടുന്നത്. അപ്പോൾ അവരായിട്ട് ബന്ധപ്പെട്ടാലാണ് അത് ഫോൺ വിളിക്കുന്ന ആളെ അവരെ. അപ്പോൾ അവർ പറഞ്ഞു തരും നമ്മൾ അയച്ചത് കേട്ടോ. ശരി, എന്നാ ശരി, ഓക്കെ. അപ്പോ ആർക്കും സംശയങ്ങൾ, വേറെ ചോദ്യങ്ങളൊന്നുമില്ല? ഒരാൾക്കെങ്കിലും ചോദിച്ചൂടെ? എന്തായാലും സംശയങ്ങളുണ്ടോ? ഷാര മാഡം എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? പ്രസന്ന മാഡം? പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല. അതെ, കുഴപ്പമില്ല. സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ചോദിക്കാം കേട്ടോ. നമസ്തേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ. നമസ്തേ. എല്ലാവർക്കും നമസ്കാരം. നമസ്തേ സ്വാമിജി. നമസ്തേ. ജസിമോളുടെ ശബ്ദം പോലെ. അതെ സ്വാമിജി, ജസിമോളാണ്. ഓക്കെ, ആയിക്കോട്ടെ. നമസ്തേ സ്വാമിജി. നമസ്തേ.
കമലാക്ഷിയമ്മയുടെ ശബ്ദം നേരത്തെ കേട്ട പോലെ. ആയിക്കോട്ടെ. സ്വാമിജി നമസ്തേ. സുരേഷ് കേട്ടോ, എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ന്യൂ ഇയർ സ്വാമിജി. ഹാപ്പി ന്യൂ ന്യൂ ഇയർ. ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സ്വാമിജി നമസ്തേ. നമസ്തേ. അവിടെ നിന്ന് കയറിയ രണ്ടുപേരും ഉണ്ടല്ലോ. ഓക്കെ, നമസ്തേ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ആഴ്ചയിൽ കാണാം. എല്ലാവർക്കും നമസ്തേ.